വൺ ഫ്ലഷ് എന്ന പോയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എലിസബത്ത് ജെന്നിങ്സിൻ്റെ ഒരു കവിതയാണ് വൺ ഫ്ലഷ്. 20th സെഞ്ച്വറി എഴുത്തുകാരിൽ വളരെ പ്രശസ്തയായ എഴുത്തുകാരിയാണ് എലിസബത്ത് ജെന്നിങ്സ്. ദ മൂവ്മെൻറ്റ് എന്ന വിഭാഗത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് പ്രശസ്തമായ കവിതകൾ എഴുതിയ വ്യക്തിത്വമാണ് എലിസബത്ത് ജെന്നിങ്സ്. ബ്രിട്ടീഷുകാരിയായ ഇവർ അക്കാലത്ത് 20th സെഞ്ച്വറിയിൽ വളരെ വിപ്ലവകരമായ കാര്യങ്ങൾ തൻ്റെ കവിതകളിലൂടെ എഴുതിയ വ്യക്തിത്വമാണ്. അത്തരത്തിൽ ഒരു കവിത തന്നെയാണ് വൺ ഫ്ലഷ് എന്ന് പറയുന്ന നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന കവിതയും. തൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളിൽ നിന്ന് തന്നെ എടുത്ത, തൻ്റെ മാതാപിതാക്കളുടെ ലൈഫിൽ നിന്നും താൻ കണ്ട ചില കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിലേക്ക് പകർത്തിയ, അല്ലെങ്കിൽ അതിന് പകർത്താൻ കാരണമായ ചില സംഭവങ്ങളാണ് ഈ കവിതയിലൂടെ പറയുന്നത്. എലിസബത്ത് ജെന്നിങ്സ് ഒരു അവിവാഹിതയാണ്, കല്യാണം കഴിച്ചിട്ടില്ല. അതിന് കാരണമായിട്ട് നമുക്ക് ഈ കവിതയിൽ നിന്നുള്ള പല കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കാനും സാധിക്കും. നമുക്ക് കവിതയിലേക്ക് പോവാം. വൺ ഫ്ലഷ്, ഇതൊരു ബൈബ്ലിക്കലായിട്ടുള്ള ഒരു ടേമാണ്. അതായത് ഒരു ഫ്ലഷിൻ്റെ ഭാഗമാണ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കാര്യമാണ്. ഫ്ലഷ് എന്ന് പറഞ്ഞാൽ ഇറച്ചിയില്ലേ, ദാറ്റ് മീൻസ് നമ്മൾ ഒറ്റ ശരീരം, ഒരു ഉടൽ എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ മലയാളം. ഒരേ ഉടലിൽ നിന്ന്, അതായത് നമ്മൾ ആദമിനെയും അവയെക്കുറിച്ചൊക്കെ പറയുമ്പോഴേ പറയാറുള്ളതാണ് ആദമിൻ്റെ റിബിൽ നിന്ന്, വാരിയിൽ നിന്നാണ് അവളെ സൃഷ്ടിച്ചത് എന്ന് ബൈബിളിൽ പറയുന്നുണ്ട് അല്ലേ. ഇസ്ലാം വിശ്വാസപ്രകാരമൊക്കെ ഇത്തരത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത്തരത്തിൽ ആദമിൻ്റെ വാരിയലിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തത്, അതാണ് സ്ത്രീ എന്ന വിശ്വാസം ബൈബിളിലും മറ്റൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അവർ രണ്ടു പേരല്ല, ഒന്നാണ് എന്നൊരു ചിന്തയുണ്ട്. സോ വൺ ഫ്ലഷിൽ നിന്ന്, ഒരു ഫ്ലഷിൽ നിന്ന്, ഒറ്റ ശരീരത്തിൻ്റെ, ഒരു ഉടലിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയെടുത്തതാണ് ആണിനെയും പെണ്ണിനെയും എന്ന് പറയുന്ന വിശ്വാസമുണ്ട്. അത്തരമൊരു വിശ്വാസത്തിൽ നിന്നാണ് ആ പേര് വരുന്നത്. കാരണം ഇവരൊരു കൃത്യമായ, നമ്മുടെ എലിസബത്ത് ജെന്നിങ്സ് വളരെ അടിയുറച്ച ഒരു റോമൻ കത്തോലിക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ബൈബിളിലെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായ വിശ്വാസമുണ്ടായിരുന്ന ആളാണ് എലിസബത്ത് ജെന്നിങ്സ്. സോ അത്തരത്തിലാണ് ഈ ഒരു പേരിടുന്നത്, വൺ ഫ്ലഷ്, ഒരു ഉടൽ എന്ന അർത്ഥത്തിൽ, ഒരു ശരീരം എന്ന അർത്ഥത്തിൽ. പക്ഷേ കവിതയിൽ പറയുന്നത് ഒരു കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അതിനുവേണ്ടി ഒരുപാട് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഇമേജസ് കവി ഉപയോഗിക്കുന്നുണ്ട്. നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ നമുക്ക് ഫസ്റ്റ് സ്റ്റാൻസ മനസ്സിലാക്കാം. അതോടുകൂടി എന്താണ് ഈ കവിതയുടെ യഥാർത്ഥത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാവും. Lying apart now, each in a separate bed, he with a book, keeping the light on, late. She like a girl dreaming of childhood, all men elsewhere. It is as if they wait some new event. The book he holds unread, her eyes fixed on the shadows overhead. കവിത തുടങ്ങുന്ന സമയത്ത് ആരെക്കുറിച്ചാണ് വ്യക്തമായി പറയുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ കവിത അവസാനിക്കുന്നതോടുകൂടി വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എലിസബത്ത് ജെന്നിങ്സ് ആരെ കണ്ടിട്ടാണ് ഇത് എഴുതുന്നതെന്ന്. ആ കവിതയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം സ്വന്തം മാതാപിതാക്കളിൽ നിന്നാണ് ഇത്തരമൊരു കാഴ്ച ഇവർ കാണുന്നത്. എന്താണെന്ന് നോക്കാം. ലൈങ് അപ്പാർട്ട് നൗ, അവരിങ്ങനെ കിടക്കുകയാണ്. അപ്പാർട്ട്, അപ്പുറവും ഇപ്പുറവുമായിട്ട് കിടക്കുന്നു. ഇപ്പോൾ, നൗ അല്ല, ഇപ്പോൾ ഉള്ള അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. പണ്ട് വ്യത്യസ്തമായിരുന്നു. ഈച്ച് ഇൻ എ സെപ്പറേറ്റ് ബെഡ്, ഈച്ച്, അപ്പോൾ രണ്ട് പേരെക്കുറിച്ച് പറയുന്നു എന്ന് മനസ്സിലാക്കാം, അപ്പുറവും ഇപ്പുറവും എന്ന് പറയുമ്പോൾ. സോ രണ്ടുപേരും എന്താണ്, ഇപ്പോൾ സെപ്പറേറ്റ് ബെഡിലാണ്. അപ്പുറം ഇപ്പുറമായിട്ട് രണ്ട് സിംഗിൾ ബെഡുകളിലായി അപ്പുറവും ഇപ്പുറം അവർ ഒരു റൂമിൽ മാറി മാറി കിടക്കുന്നു. ഹീ വിത്ത് എ ബുക്ക്, ഹീ, സോ ഒരു പുരുഷൻ അവിടെയുണ്ട്, അയാളുടെ കയ്യിൽ ഒരു പുസ്തകമുണ്ട്. കീപ്പിംഗ് ദ ലൈറ്റ് ഓൺ, ലൈറ്റ് അല്ലെ, പുസ്തകം വായിക്കാൻ എന്നോണം വെളിച്ചം അവിടെ റൂമിൽ കൃത്യമായി കുറേ ലേറ്റായിട്ടും ഒരുപാട് നേരം വൈകിയിട്ടും അവിടെ ലേറ്റ് ഇട്ടിട്ടുണ്ട്. കാരണം എന്താ, അവന് പുസ്തകം വായിക്കണം. ഷീ ലൈക്ക് എ ഗേൾ, അപ്പോൾ അവളും ഉണ്ട് അല്ലേ. അപ്പോൾ ഒരു ഭാര്യയും ഭർത്താവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഷീ, അവളോ, ലൈക്ക് എ ഗേൾ, ഒരു സാധാരണ പെൺകുട്ടിയെ പോലെ. ഡ്രീമിങ് ഓഫ് ചൈൽഡ്ഹുഡ്, കുട്ടിക്കാലത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചുകുട്ടിയെ പോലെ. ആൾ മെൻ എൽസ്വെയർ, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റുള്ള പുരുഷന്മാരെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നതായിരിക്കാം.
അതല്ലെങ്കിൽ ഇതിന് ഒരുപാട് അപ്പുറത്തേക്കുള്ള അർത്ഥങ്ങളുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള ചിന്തിക്കുന്നതിനുള്ള അർത്ഥങ്ങളുണ്ട്. നമുക്കത് പറയാം. സോ ഷീ ലൈക്ക് എ ഗേൾ, അവൾ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ, ഡ്രീമിങ് ഓഫ് ചൈൽഡ്ഹുഡ്, കുട്ടിക്കാലത്തെ തൻ്റെ പഴയ ഓർമ്മകളെ അല്ലെ, മെമ്മറീസ്, നൊസ്റ്റാൾജിയ എല്ലാം അടങ്ങിയ ചിന്തകൾ, ഡേ ഡ്രീമിങ് അല്ലെങ്കിൽ ഇവിടെ നൈറ്റ് തന്നെയാണ്, എന്തായാലും ഇങ്ങനെ എന്തോ ആലോചിച്ചിങ്ങനെ നിൽക്കുന്ന അവസ്ഥയിലാണ് അവൾ. ആൾ മെൻ എൽസ്വേർ, മറ്റെല്ലായിടത്തുമുള്ള ആണുങ്ങളെ, അതായത് ഇവിടെ അടുത്തിരിക്കുന്ന ഒരാണിനെ കുറിച്ചല്ല, മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അത് പല അർത്ഥത്തിലുമായിരിക്കാം, നോക്കാം. ഇറ്റ് ഈസ് ആസ് ഇഫ് ദേ വെയിറ്റ് സം ന്യൂ ഇവൻറ്റ്. ഏതുപോലെയാണ് അവർ രണ്ടുപേരും സെപ്പറേറ്റഡ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നത്? ആസ് ഇഫ്, ഏതുപോലെ? വെയിറ്റ് സം ന്യൂ ഇവൻറ്റ്, മറ്റെന്തോ ഒരു ഇവൻറ്റിന് വേണ്ടി കാത്തിരിക്കുന്ന പോലെയുണ്ട് ഇവർ രണ്ടുപേരെയും കണ്ടിട്ട്. മറ്റെന്തോ ഒരു സംഭവം, മറ്റെന്തോ ഉണ്ടാവാൻ പോകുന്നു എന്ന അർത്ഥത്തിൽ അവർ രണ്ടുപേരും അതിനു വേണ്ടി കാത്തിരിക്കുന്ന പോലെ, അതല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആവാൻ പോകുന്ന പോലെ, രണ്ടുപേര് രണ്ട് വഴിക്ക് പോകുന്ന പോലെ, മറ്റാരൊക്കെയോ ലൈഫിലേക്ക് വരാൻ പോകുന്ന പോലെ, അതല്ല അവസാനത്തെ മരണമെന്ന് പറയുന്ന ഇവൻറ്റിന് കാത്തിരിക്കുന്ന പോലെ, എന്തുമാകാം, ഇത്തരത്തിൽ എന്തോ ഒന്ന് കാത്തിരിക്കുന്ന പോലെ അവർ കാണപ്പെട്ടു. ദ ബുക്ക് ഹി ഹോൾസ് അൺറീഡ്, അയാളുടെ കയ്യിലൊരു പുസ്തകം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് വായിക്കുന്നില്ല, കയ്യിലിങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ. ദ ബുക്ക് ഹി ഹോൾസ്, അയാൾ കയ്യിൽ പിടിച്ചിരിക്കുന്ന പുസ്തകം അൺറീഡ്, വായിക്കുന്നൊന്നുമില്ല, അയാൾ വായിക്കുന്നതായിട്ടൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. ഹെർ ഐസ് ഫിക്സഡ് ഓൺ ദ ഷാഡോസ് ഓവർ ഹെഡ്, അവളുടെ കണ്ണുകൾ, ഹെർ ഐസ്, അവളുടെ കണ്ണുകൾ എവിടെയാണ്? ഫിക്സഡ് ഓൺ ദ ഷാഡോസ്, നിഴലുകളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ദാറ്റ് മീൻസ് അവളിങ്ങനെ കിടന്നിട്ട് മുകളിലേക്ക് നോക്കി നിഴലിനെ നോക്കി നിൽക്കുകയാണ്. ഓവർ ഹെഡ്, തലയ്ക്ക് മുകളിലുള്ള നിഴലിനെയും നോക്കി അവളിങ്ങനെ കിടക്കുകയാണ്. സോ ഇവിടെ ഇനി അതിൻ്റെ പുറമേക്കുള്ള അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി. ഒരു ഭാര്യയും ഭർത്താവും ഇങ്ങനെ റൂമിൽ കിടക്കുന്നു. അവർ രണ്ടുപേരും സെപ്പറേറ്റഡ് ആയിട്ട് അപ്പുറവും ഇപ്പുറവുമായി രണ്ട് ബെഡുകളിലായി ഒരു റൂമിൽ കിടക്കുന്നു. പുരുഷൻ്റെ കയ്യിൽ ഒരു പുസ്തകമുണ്ട്, സ്ത്രീ ഇങ്ങനെ എന്തോ ആലോചിച്ച് കിടക്കുകയാണ്. അത്ര മാത്രമേ നമുക്ക് കാണുമ്പോഴുള്ള മനസ്സിലാക്കലുള്ളൂ. എന്നാൽ ഇനി നമുക്ക് ഈ കവിതയുടെ ഉള്ളിലേക്കും കൂടി കയറി ചെന്നാൽ, മാനസികമായി അടുപ്പമില്ലാത്ത, ശാരീരികമായിട്ടും അടുപ്പമില്ലാത്ത രണ്ട് പേരെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ രണ്ടുപേരും അപ്പുറവും ഇപ്പുറവും കിടക്കുന്നു. ഹീ വിത്ത് എ ബുക്ക്, അയാളുടെ കയ്യിലൊരു പുസ്തകമുണ്ട്. ആ പുസ്തകം എന്തിനു വേണ്ടിയിട്ടായിരിക്കാം? ടു അവോയ്ഡ് ദ കോൺവെർസേഷൻ, അല്ലേ? അവൾ എന്തെങ്കിലും സംസാരിക്കാൻ വന്നാൽ താൻ പുസ്തകം വായിക്കുകയാണ് എന്ന രീതിയിൽ അവളെ അവോയ്ഡ് ചെയ്യാനെന്ന ഓണമായിരിക്കാം അയാൾ കയ്യിൽ പുസ്തകം പിടിച്ചിരിക്കുന്നത്. അതിന് കാരണം എന്താ? അയാളത് വായിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് പറഞ്ഞു തന്നു. പുസ്തകം വായിക്കുന്നില്ല, വെറുതെ ഇങ്ങനെ കയ്യിൽ വെച്ചിരിക്കുകയാണ്. അതായത് ഒരു കോൺവെർസേഷൻ വന്നു കഴിഞ്ഞാൽ വേഗം പുസ്തകം തുറന്ന് താൻ വായിക്കുകയാണ് എന്ന് ഭാവിക്കാനായിരിക്കാം. ഇനി അവളാണെങ്കിലോ പഴയ കാലത്ത്, അതായത് പണ്ട് എങ്ങനെയായിരുന്നു എന്ന ചിന്തകളിൽ മുഴുകി നിൽക്കുകയാണ്. തൻ്റെ കുട്ടിക്കാലം, അതല്ലെങ്കിൽ കല്യാണം കഴിച്ച ഉടനെയുള്ള സമയം, അത്തരത്തിൽ വലിയ നല്ല ഓർമ്മകളുമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഉള്ളതൊന്നും എന്തല്ല, നല്ല ഓർമ്മകളല്ല. അവർ ഒരിക്കലും എന്തല്ല, മാനസികമായി ഒരു രീതിയിലും പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നവരല്ല. അതുകൊണ്ടാണ് പുതിയ നല്ല ഓർമ്മകളില്ലാത്തത് കൊണ്ട് അവർ നല്ല പഴയ ഓർമ്മകളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഇനി ഇവിടെ ഒരു കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഇമേജ് ഉപയോഗിക്കുന്നത്, അയാൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ടില്ല, അല്ലേ? കീപ്പിംഗ് ദ ലൈറ്റ് ഓൺ ലേറ്റ്, വളരെ വൈകിയും വെളിച്ചം റൂമിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇനി അവളാണെങ്കിലോ ഫിക്സഡ് ഓൺ ദ ഷാഡോസ്, ഷാഡോ എന്ന് പറയുന്നത് വെളിച്ചത്തിൻ്റെ മറുപുറമാണ്, അല്ലേ? കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഇമേജാണ്. വെളിച്ചത്തിൻ്റെ അപ്പുറം ഭാഗത്താണ് ഇരുട്ട് അല്ലെങ്കിൽ ഷാഡോ, നിഴൽ എന്ന് പറയുന്നത്. അപ്പോൾ അയാൾ വെളിച്ചത്തിലും അവൾ ഇരുട്ടിലുമാണ് എന്നുദ്ദേശിക്കുന്നത് രണ്ടുപേരും രണ്ട് ഭാഗങ്ങളിലാണ്, രണ്ട് ധ്രുവങ്ങളിലാണ് നിൽക്കുന്നത് എന്നതിൻ്റെ സൂചനയാണ്. സോ അയാൾ പുസ്തകം വായിക്കുന്നു, അവൾ എന്തെല്ലാം ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. സോ ഇത്തരത്തിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ വേർപിരിഞ്ഞു പോയ രണ്ട് പേർ ഒരു റൂമിൽ തന്നെ ആർക്കൊക്കെയോ വേണ്ടി ജീവിക്കുന്ന, ഏതോ ഒരു ഇവൻറ്റ് വരാൻ വേണ്ടിയിട്ട് മാത്രം, അതായത് മറ്റെന്തോ വരാനുണ്ട് എന്ന രീതിയിലുള്ള കാത്തിരിപ്പിൽ മാത്രം മുന്നോട്ട് ജീവിതം നയിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവിനെയുമാണ് നമ്മളെ ആദ്യത്തെ സ്റ്റാൻസയിൽ നിന്ന് നമുക്ക് കാണിച്ചു തന്നത്. ഇവിടെ ഷാഡോസ് ഓവർ ഹെഡ് എന്ന് പറയുന്നത്, ഷാഡോസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നിഴലിനെയാണ്. പക്ഷെ എന്തായിരിക്കാം? തൻ്റെ പാസ്റ്റിനെ കൂടി ആയിരിക്കാം, കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചായിരിക്കാം, അല്ലേ? കാരണം അവളെന്തോ കുട്ടിക്കാലത്തെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ഷാഡോസ് ഓവർ ഹെഡ് എന്ന് ഉദ്ദേശിക്കുന്നത് പാസ്റ്റ്, ദാറ്റ് ലെഫ്റ്റ് ബിഹൈൻഡ്, താൻ വിട്ടിട്ട് പോന്ന അല്ലെങ്കിൽ കഴിഞ്ഞു പോന്ന ആ പാസ്റ്റ് കാലത്തെക്കുറിച്ചായിരിക്കാം. ഓവർ ഹെഡ് എന്ന് ഉദ്ദേശിക്കുന്നത് മെമ്മറീസ്, ഓർമ്മകളെയും ആയിരിക്കാം. എന്നാൽ സാധാരണ നമുക്കറിയാം കിടന്നു കണ്ട് തലയ്ക്ക് മുകളിൽ നിന്നിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നെങ്കിലും ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ടാവുക കഴിഞ്ഞു പോയ കാര്യങ്ങൾ, അതിങ്ങനെ മെമ്മറീസിൽ, അല്ലേ? അതിങ്ങനെ ഒരു വെളിച്ചമായിട്ടിങ്ങനെ
ലൈഫിലുണ്ടാവാം. ഇപ്പോൾ അത് വെളിച്ചമല്ല, ഡാർക്കാണ്, ഷാഡോ ആണ്, ഇരുട്ടാണ്. എന്നാൽ വെളിച്ചമുള്ള പ്രകാശമുള്ളൊരു കാലം ഉണ്ടായിരുന്നിരിക്കാം. ആ കാലത്തെക്കുറിച്ചാണ് അവൾ ഓർക്കുന്നത്. സോ രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിൽ, ഒരാൾ വെളിച്ചത്തും മറ്റൊരാൾ ഇരുട്ടത്തും. അതായത് ഒരു പോസിറ്റീവ് നെഗറ്റീവ് എന്ന അർത്ഥത്തിലല്ല ഉപയോഗിക്കുന്നത്. രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിൽ, സത്യത്തിൽ ഒരു റൂമിലാണെങ്കിലും അവർ രണ്ട് ധ്രുവങ്ങളിലായി ജീവിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു ഭാര്യയും ഭർത്താവിനെയും കാണിച്ചു തരികയാണ് ആദ്യത്തെ സ്റ്റാൻസയിലൂടെ ചെയ്തിരിക്കുന്നത്. നമുക്കിനി രണ്ടാമത്തെ സ്റ്റാൻസയിലേക്ക് പോവാം. ടോസ്ഡ് അപ്പ് ലൈക്ക് ഫ്ലോട്ട്സം ഫ്രം എ ഫോം ഓഫ് പാഷൻ, ഹൗ കൂൾ ദേ ലൈ, ദേ ഹാർട്ട്ലി എവർ ടച്ച്, ഓർ ഇഫ് ദേ ഡു ഇറ്റ് ഈസ് ലൈക്ക് എ കൺഫെഷൻ ഓഫ് ഹാവിങ് ലിറ്റിൽ ഫീലിംഗ് ഓർ ടു മച്ച്. Chastity faces them, a destination for which their whole lives were a preparation. ഇനി എന്താണ്, നമ്മൾക്കൊരു കാഴ്ച കാണിച്ചു തന്നു അല്ലേ, എന്താണ് അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞു തന്നു. ഇനി കുറച്ചും കൂടെ ഉള്ളിലേക്ക് പോവാണ്. കവി തൻ്റെ കൂടെ മാനസികാവസ്ഥ കൂടെ പറയാണ്. ടോസ്ഡ് അപ്പ് ലൈക്ക് ഫ്ലോട്ട്സം, ടോസ്ഡ് എറിയപ്പെട്ട പോലെ, അപ്പ് ലൈക്ക് ഫ്ലോട്ട്സം, ഫ്ലോട്ട്സം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്ന ബാക്കിയായ, അതല്ലെങ്കിൽ കപ്പലൊക്കെ മുങ്ങിക്കഴിഞ്ഞാൽ അതിൽ ബാക്കിയായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കും, അതിലിങ്ങനെ ഒഴുകി നടക്കും. അതിനാണ് ഫ്ലോട്ട്സം എന്ന് പറയുന്നത്. സോ ടോസ്ഡ് അപ്പ് ലൈക്ക് ഫ്ലോട്ട്സം ഫ്രം എ ഫോം ഓഫ് പാഷൻ, പഴയ ഒരു പാഷനിൽ എറിയപ്പെട്ട വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്ന എന്തോ പോലെ. അതായത് ഒരു കാലത്ത് ഇവർ വളരെ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന പാഷനോടുകൂടി, വളരെ വലിയ സ്നേഹത്തോടുകൂടി ഒന്നിച്ച് ജീവിച്ചിരുന്ന കപ്പിൾസ് ആയിരിക്കാം. പക്ഷേ ഇവിടെ എന്താണ്, ഇപ്പോൾ അങ്ങനെയല്ല, എറിയപ്പെട്ടു പോയ, ടോസ്ഡ് അപ്പ് ലൈക്ക് ഫ്ലോട്ട്സം. ഇപ്പോൾ എന്തോ ഉള്ളൂ, കുറച്ച് ബാക്കി പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു കപ്പൽ മുങ്ങിയിട്ട് അതിൽ നിന്ന് എന്തൊക്കെയോ ബാക്കിയുണ്ടോ, മുകളിൽ ഇങ്ങനെ കിടന്ന് ഒഴുകുന്നുണ്ടോ, അതുപോലെ അവരുടെ എല്ലാം പോയി, അവരുടെ പാഷനും സ്നേഹവും എല്ലാം പോയി. ഇപ്പോൾ ബാക്കിയുള്ള കുറച്ച്, അതായത് അവരിങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നു എന്ന രീതിയിൽ അവരിങ്ങനെ ഒരു റൂമിലാണ് എന്ന് മാത്രം പറയാം. പരസ്പരം സംസാരിക്കുക പോലും ചെയ്യാത്ത രീതിയിൽ അവർ അകന്നിരിക്കുന്നു. ഹൗ കൂൾ ദേ, ഇന്നവർ എത്ര കൂളാണ്. നമ്മളതിനൊരു പോസിറ്റീവ് സെൻസിലും കൂൾ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട് ഇപ്പോൾ അല്ലേ. പക്ഷേ ഈ ലൈനിൽ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്, കോൾഡ് എന്ന അർത്ഥത്തിൽ തന്നെയാണ്. എത്ര തണുപ്പൻ മട്ടിലാണ് അവർ നിൽക്കുന്നത്. കാരണം അതിൻ്റെ മുകളിലത്തെ സ്റ്റാൻസയിൽ പറഞ്ഞുകൊണ്ടോ പാഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ ഹീറ്റ്. അതൊരു ഫിസിക്കൽ ഇൻ്റർകോഴ്സിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ, അതായത് ശാരീരിക ബന്ധത്തെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ, ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു വാംത്ത്, ഒരു ചൂട്, അതാണ് അവിടെ പാഷൻ കൊണ്ട് സൂചിപ്പിക്കുന്നെങ്കിൽ ഇപ്പോൾ അവരെന്താണ്, ഹൗ കൂൾ ദേ, അവരിന്ന് എന്തൊരു തണുപ്പൻ മട്ടിലാണ്. ഹൗ കോൾഡ്, ദാറ്റ് മീൻസ് അവരുടെ ആ പാഷൻ ഉണ്ടായിരുന്നല്ലോ, ആ ആദ്യകാലത്തുണ്ടായിരുന്ന അവരുടെ വലിയ അടുപ്പവും പാഷനും എല്ലാം ഉണ്ടല്ലോ, അതെല്ലാം കോൾഡ്, തണുത്ത് പോയിട്ടുണ്ട്. ദേ ഹാർട്ട്ലി എവർ ടച്ച്, അവരെന്ത് ചെയ്യാറില്ല, പരസ്പരം ഒന്ന് തൊടാറ് പോലുമില്ല, ടച്ച് ചെയ്യാറ് പോലുമില്ല. ദേ ഹാർട്ട്ലി എവർ ടച്ച്, ദാറ്റ് മീൻസ് നമുക്കറിയാം ഒരു ബന്ധത്തിൻ്റെ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഏറ്റവും പവിത്രമായിട്ടുള്ള ഒരു സംഭവമാണ് ടച്ച് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഭാര്യ ഭർത്ത ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്ത്, ടച്ചിങ് എന്ന് പറയുന്ന ഫീല്. അവരെന്ത് ചെയ്യുന്നില്ല, പരസ്പരം ടച്ച് ചെയ്യുന്നില്ല. ഓർ ഇഫ് ദേ ഡു ഇറ്റ് ഈസ് ലൈക്ക് എ കൺഫെഷൻ, ഇനി അവരെങ്ങാനും അത് ചെയ്യുന്നുണ്ടെങ്കിൽ, ഓർ ഇഫ് ദേ ഡു ഇറ്റ് ഈസ് ലൈക്ക് എ കൺഫെഷൻ. കൺഫെഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം, കൺഫെഷൻ എന്ന് പറയുന്നത് കുമ്പസരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് കൺഫെഷൻ എന്ന് പറയുന്നത്. അതൊരു ദൈവികമായിട്ടുള്ള പ്രവൃത്തി എന്ന രീതിയിലായിരിക്കാം. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് ലൈക്ക് എ ഫേക്ക് വൺ, ഒരു ക്ലിയർ ആയിട്ടുള്ള അല്ല, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനെന്നോണം വേണ്ടി മാത്രം അല്ലേ. അല്ലെങ്കിൽ കുടുംബത്തിൽ വല്ല ചടങ്ങുണ്ടാകുമ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ ഒന്ന് കൈവയ്ക്കുക, ഒന്ന് തൊടുക എന്നല്ലാതെ അവരെന്ത് ചെയ്യുന്നില്ല, ഒന്ന് തൊടുന്നു പോലുമില്ല. സോ ഇവിടെ കൺഫെഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ പറയുന്ന ക്രിസ്ത്യൻ വിശ്വാസപ്രകാരമുള്ള പ്രവർത്തനങ്ങളും ചെയ്തികളൊക്കെ ഉള്ളത് കൺഫെസ് ചെയ്യുക എന്നുള്ള സംഭവമുണ്ട്. തെറ്റുകൾ, പാപങ്ങളാണല്ലോ, നമ്മൾ ചെയ്തു പോയ തെറ്റുകളാണല്ലോ ഏറ്റെടുത്ത് പറയുക. സോ ഇവിടെ ഒരു കൺഫെഷൻ എന്ന് പറയുമ്പോൾ പാപം, ഒരു വലിയ പാപമായിട്ട്, ഇപ്പോൾ അത് വലിയ എന്തോ ഒരു തെറ്റായിട്ടൊക്കെയാണ് അവർക്ക് തോന്നുന്നത്. അതായത് ഈ ഫിസിക്കലായിട്ടുള്ള ഒരു ഡിസയർ ഉണ്ടാവുക ഈ ഒരു പ്രായത്തിൽ, അതായത് അവർക്ക് പ്രായമായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇവർ ഒന്നിച്ച് ജീവിച്ച തുടക്കകാലത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്, ഒരു കാലത്ത് പാഷൻ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇപ്പോൾ കുറച്ച് കാലമായിട്ടുണ്ടാവാം. എന്തായാലും ഈ ഒരു പ്രായത്തിലും ഇത്തരത്തിൽ ഡിസയർ, ഫിസിക്കലായിട്ടുള്ള ഇഷ്ടവും അടുപ്പവും ഒന്ന് കാണിക്കാൻ പാടില്ല എന്നൊക്കെ രീതിയിൽ ചിന്തിക്കുന്ന രണ്ട് പേരാണ് എന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. ഓഫ് ഹാവിങ് ലിറ്റിൽ ഫീലിംഗ്, അവർക്കിപ്പോൾ എന്തില്ല,
കാര്യമായ ഒരു ഫീലിങ്ങും ഇല്ല. ലിറ്റിൽ എന്ന് പറഞ്ഞാൽ നോ, നെഗറ്റീവ് അർത്ഥമാണ് അല്ലേ. സോ ഓഫ് ഹാവിങ് ലിറ്റിൽ ഫീലിംഗ്, അവർക്ക് എന്തില്ല, കാര്യമായ ഒരു ഫീലിംഗ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു അടുപ്പത്തിൻ്റെതായിട്ടുള്ള ഒരു ഫീലിങ്ങും ഇന്നില്ല. ഓർ ടു മച്ച്, എന്നാൽ ചിലത് കൂടുതലുണ്ട്. എന്താണ്, ചില സമയത്ത് കൂടുതലുണ്ട്, പക്ഷെ അതെന്താണ്, ഫീലിംഗ് അല്ല, വാംത്തല്ല, സ്നേഹമല്ല, പകരം ഷെയിം. ഷെയിം എന്ന് പറഞ്ഞാൽ മടി അല്ലേ, ഒരു എന്തോ ഒരു മടിയും അകൽച്ചയും അത് കൂടുതലുണ്ട്. എന്നാലോ സ്നേഹവും അതിൻ്റെ സ്പർശനവും അതൊന്നും തീരെയില്ല എന്ന് തന്നെ പറയാം. യാതൊരുവിധ നല്ല ഫീലിങ്ങുകളും ഇല്ല. എന്നാലോ ഓർ ടു മച്ച്, മോശം ഫീലിങ്ങുകൾ, അതായത് ഷെയിം, ഒരു മടി, ഇതൊക്കെ പാപമാണ്, ഇതൊക്കെ തെറ്റാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫീലിങ്സ് ആണ് ഇപ്പോൾ അവർക്ക് കൂടുതൽ. ചാസ്റ്റിറ്റി ഫേസസ് ദം. ചാസ്റ്റിറ്റി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പവിത്രത അല്ലേ, പരിശുദ്ധി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ചാരിത്ര ശുദ്ധി എന്നൊക്കെ പറഞ്ഞ് പൊതുവിൽ പറയാറുണ്ട്. അല്ലെങ്കിൽ ഏത് രീതിയിലാണ്, പ്രത്യേകിച്ച് സ്ത്രീകളെക്കുറിച്ചൊക്കെയാണ് ഒരു കാലത്ത് അല്ലെങ്കിൽ ഒരു വലിയ രീതിയിൽ സമൂഹം അങ്ങനെ പറഞ്ഞു നടന്നിരുന്നത്. ചാസ്റ്റിറ്റി, പതിവ്രതയാണ്, പവിത്രമായിട്ടുള്ള ഒന്നാണ് ചാസ്റ്റിറ്റി എന്നുള്ള പറയുന്ന വിശ്വാസമൊക്കെ കുറേ കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചാസ്റ്റിറ്റി ഫേസസ് ദം, അവരെ ഇങ്ങനെ നോക്കുന്ന പോലെ അവരെ ഫേസ് ചെയ്യുന്നു. എന്ത്, ചാസ്റ്റിറ്റി. എ ഡെസ്റ്റിനേഷൻ ഫോർ വിച്ച് ദെയർ വോൾ ലൈവ്സ് വെർ എ പ്രിപ്പറേഷൻ. അതായത് അവരിപ്പോൾ പണ്ട് ഉണ്ടായിരുന്ന ഒരു ചാസ്റ്റിറ്റി, അതായത് ഒരു കാലത്തെ വിശ്വാസങ്ങളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴും അതുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും. അതായത് കല്യാണത്തിന് മുൻപായിട്ട് ഇത്തരത്തിലുള്ള യാതൊരുവിധ ബന്ധങ്ങളോ പ്രത്യേകിച്ച് ശാരീരിക ബന്ധങ്ങളോ ഒന്നും പാടില്ല. അത് വളരെ ചാസ്റ്റിറ്റി ആയിരിക്കണം, പ്രത്യേകിച്ച് അത് സ്ത്രീയുടെ കാര്യത്തിലാണെങ്കിൽ എന്ന സമൂഹത്തിൻ്റെ ഒരു വലിയ കാഴ്ചപ്പാടുണ്ടായിരുന്നു ഇംഗ്ലണ്ടിലൊക്കെ ആ കാലത്ത്. കല്യാണത്തിന് മുൻപ് ഇത്തരത്തിൽ ഒരു ബന്ധവും പാടില്ല, എല്ലാം കല്യാണത്തിന് ശേഷം മാത്രം. അങ്ങനെയുള്ള ഒരു ഒഫീഷ്യാലിറ്റിയുടെയൊക്കെ വേണ്ടി കാത്തിരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ചാസ്റ്റിറ്റി. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഇടപെടാൻ വേണ്ടിയിട്ട് അവർ കാത്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, കല്യാണമൊക്കെ കഴിയാൻ വേണ്ടിയിട്ട് കാത്തിരുന്ന കാലം. പക്ഷേ അറിയാലോ, ഇപ്പോൾ യൂറോപ്യൻ രീതികളിൽ അതൊക്കെ മാറി. അവർ മക്കളൊക്കെ ഉണ്ടായതിന് ശേഷമാണ് പിന്നീട് ഇപ്പോൾ അവർക്ക് ഒത്തുപോകാൻ പറ്റുന്നെങ്കിൽ മാത്രമാണ് ഇപ്പോൾ കല്യാണമൊക്കെ കഴിക്കുന്നത്. പക്ഷെ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ഈ പറയുന്ന ഒരു ചാസ്റ്റിറ്റി, പതിവ്രത അല്ലെങ്കിൽ ഒരു പവിത്രത, പരിശുദ്ധി എല്ലാം വളരെ വലിയതായി കണ്ടുകൊണ്ടിരുന്ന ഒരു കാലമുണ്ട്. അതിലേക്ക് തന്നെ അവർ തിരിച്ചു പോയിരിക്കുന്നു. അതായത് ആദ്യം കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവർക്ക് ഇഷ്ടവും സ്നേഹമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവരെല്ലാത്തിനും കാത്തിരുന്ന ഒരു കാലമുണ്ട്. എന്നാൽ ഇപ്പോഴും അതുപോലെ തന്നെയാണ്. അവരെന്ത് ചെയ്യാണ്, ചാസ്റ്റിറ്റി ഫേസസ് ദം, അവരെ നോക്കി നിൽക്കുന്നത് ഈ ഒരു പരിശുദ്ധിയാണ്. അത് ശരിയല്ല, നമ്മൾ കുറച്ച് ഏജ്ഡ് ആണ്, പ്രായമായിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ അത്തരത്തിലുള്ള ചില ചിന്തകളാണ്. എ ഡെസ്റ്റിനേഷൻ, ഇന്നിപ്പോൾ ഒരു ഡെസ്റ്റിനേഷനായി അവർ കാണുന്നത് മരണത്തെ തന്നെ ആയിരിക്കാം. അതായത് മരിക്കും വരെ ഇനി ഇങ്ങനെയൊക്കെ എങ്ങനെ അങ്ങോട്ട് പോവാം, അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരെയും ഇങ്ങനെ താൽക്കാലികമായിട്ട് ഇത്തരത്തിലൊരു ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോവുക. അത്തരത്തിലൊരു ഡെസ്റ്റിനേഷൻ ആയിരിക്കാം അവർക്ക് ഇന്ന് മുന്നിലുള്ളത്. സോ ഇവിടെ ചാസ്റ്റിറ്റി എന്ന് പറയുന്നത് മരണത്തെ കൂടി സൂചിപ്പിക്കുന്നതായിരിക്കാം. അതായത് പരിശുദ്ധി എന്ന് അവർ ഇന്ന് വിശ്വസിക്കുന്ന, ഒരു നാൾ അവർ വിശ്വസിച്ചിരുന്നത് എന്താണ്, ശരീരത്തിൻ്റെതായിട്ടുള്ള ഒരു അതിനു വേണ്ടി കാത്തിരുന്ന, അല്ലെങ്കിൽ ഒന്നിച്ച് ഇത്തരത്തിൽ ഒരുമിക്കാൻ വേണ്ടി കാത്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ ഇന്ന് അവർ വേർപിരിഞ്ഞ് അവസാനമായി അവർ ഇനി ഒന്നിക്കാൻ പോകുന്നത് എന്തിനു മാത്രമാണ്, അല്ലെങ്കിൽ അവർ എന്തിനു മാത്രമാണ് ഇന്ന് ഡെസ്റ്റിനേഷനായിട്ട് കാണുന്നത്, ഫോർ വിച്ച് ദെയർ വോൾ ലൈവ്സ് വേർ എ പ്രിപ്പറേഷൻ. അവരുടെ ജീവിതം മുഴുവൻ ഇപ്പോൾ എന്താണ്, ഒരു പ്രിപ്പറേഷനാണ്. അതായത് അവസാന യാത്രയ്ക്കുള്ളൊരു പ്രിപ്പറേഷൻ ആയിരിക്കാം. അതായത് സ്നേഹത്തിൻ്റെ യാതൊന്നും ബാക്കിയില്ലാതെ അവരൊന്നിച്ച് അവസാന കാലത്ത് ഒന്നിച്ചാണെങ്കിൽ പോലും യാതൊരു വിധത്തിലും ഒന്നിക്കാതെ അവർ അവസാന യാത്രയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന പോലെയാണ് ഇവിടെ കവിക്ക് തോന്നുന്നത്. ഇതാണ് സെക്കൻഡ് സ്റ്റാൻസ. നമുക്കിനി അവസാനത്തെ സ്റ്റാൻസയിലേക്ക് പോവാം. സ്ട്രേഞ്ച്ലി എപ്പാർട്ട് yet strangely close together, silence between them like a thread to hold and not wind in, and time itself a feather touching them gently. Do they know they are old, these two who are my father and my mother, whose fire from which I came has now grown cold. സോ തൻ്റേതായിട്ടുള്ള അനുഭവങ്ങളാണ് ഇതെല്ലാം, ഇത് തൻ്റെ മാതാപിതാക്കളാണ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് കവിത ജെന്നിങ്സ് അവസാനിപ്പിക്കുന്നത്. സോ എന്താണ്, സ്ട്രേഞ്ച്ലി എപ്പാർട്ട്, വളരെ വിചിത്രമായി അവർ വേർപിരിഞ്ഞ് നിൽക്കുന്നു. യെറ്റ് സ്ട്രേഞ്ച്ലി ക്ലോസ് ടുഗദർ, പക്ഷേ വളരെ വിചിത്രമായി തന്നെ അവർ ഒന്നിച്ചാണ്. അതായത് ക്ലോസ് ടുഗദർ അല്ലേ, അവർ ഒന്നിച്ചാണ്. പുറമേക്ക് കാണുന്നവർക്കും എല്ലാം അവരൊന്നിച്ചാണ്. ബട്ട് സ്ട്രേഞ്ച്ലി, വളരെ വിചിത്രമായി. ഇവൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ട്, എഴുത്തുകാരിക്ക് ഇത് കാണാം. കാരണം എന്താ, അവർ ഒന്നാണ് എന്ന് പുറമേക്കുണ്ടെങ്കിലും
ഒരിക്കലും അവരെന്ത് ചെയ്യുന്നില്ല അല്ലേ, ഒരു യാതൊരുവിധ അടുപ്പവുമില്ല. തൊടുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യാതെ അവർ വേറെ വേറെ തന്നെ ലോകത്താണ്. ഒരാൾ പുസ്തകം വായനയുടെ ലോകത്തും മറ്റൊരാൾ എന്തെല്ലാമോ ചിന്തിച്ചിരിക്കുന്ന ലോകത്തും. അവർ തമ്മിൽ യാതൊരുവിധ സ്നേഹപ്രകടനങ്ങളും കാണുന്നില്ല. സൈലൻസ് ബിറ്റ്വീൻ ദം, അവരുടെ ഇടയിൽ എന്തുമാത്രമാണുള്ളത്? സൈലൻസ് അല്ലെ, നിശബ്ദത മാത്രമാണുള്ളത്. ലൈക്ക് എ ത്രെഡ് ടു ഹോൾഡ്, ഒരു ത്രെഡ് ഹോൾഡ് ചെയ്യുന്ന ഒരു ചെറിയൊരു നൂലിങ്ങനെ പിടിച്ചു നിൽക്കുന്ന പോലെ. എന്ന് വെച്ചാൽ ഒരു നൂല് വന്നാൽ പോലും അതിന് അനക്കം തട്ടാത്ത രീതിയിൽ സൈലൻസ് ആണ്. എന്ന് വെച്ചാൽ ഒരു വാക്ക് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനില്ലാതെ അവർ ഇങ്ങനെ ജീവിതം വെറുതെ ജീവിച്ച് തീർക്കുന്നു. അവസാനിക്കാൻ വേണ്ടി മാത്രം പോകുന്ന ഒരു ജീവിതമായി നിൽക്കുന്നു. ആൻഡ് നോട്ട് വിൻഡിൻ, ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അത് ഒന്നിക്കുന്നില്ല. കാറ്റടിച്ച് അല്ലെങ്കിൽ അത് ഒന്നിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ടോ അവിടുന്ന് ഇങ്ങോട്ടോ ഒരു അനക്കം ആ ഒരു ത്രെഡിന്, ആ ഒരു നൂലിന് സംഭവിക്കുന്നില്ല. അതായത് നിശബ്ദത മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന ഒരു ത്രെഡ് പിടിച്ചാൽ പോലും ഒന്ന് അങ്ങോട്ടോ വിൻഡ് ചെയ്യുകയോ ഒന്ന് ഇങ്ങോട്ട് ഒന്ന് അങ്ങോട്ട് നീങ്ങുകയോ ഇങ്ങോട്ട് നീങ്ങുകയോ ചെയ്യാതെ അത് അനങ്ങാതെ നിൽക്കുന്നു. അതായത് നിശബ്ദത അവിടെ ഇങ്ങനെ തളം കെട്ടി നിൽക്കുന്നു. ആൻഡ് ടൈം ഇറ്റ് സെൽഫ്സ് എ ഫെദർ ടച്ചിങ് ദം ജെന്റ്ലി, അവരിങ്ങനെ സുഖസുന്ദരമായി തലോടുന്നത് എന്തുമാത്രമാണ്? കാലം മാത്രമാണ്. സമയം ഇങ്ങനെ, അതായത് സമയം ഇങ്ങനെ അവർക്ക് വേണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ടൈം ഇറ്റ് സെൽഫ്സ് എ ഫെദർ, അവർക്ക് എന്താണ്, പെട്ടെന്ന് ഇങ്ങനെ കാലം കഴിഞ്ഞു പോയാൽ മതി, ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് പോയാൽ മതി, വേഗം ഇങ്ങോട്ട് തീർന്ന് കിട്ടിയാൽ മതി എന്ന രീതിയിൽ അവർക്ക് സമയം ഇങ്ങനെ പോകുന്നത് അവർക്ക് എന്താണ്, ഒരു തൂവൽ കൊണ്ടുള്ള തൂവൽ സ്പർശമാണ്. ടച്ചിങ് ദം ജെന്റ്ലി, അവരെങ്ങനെ ജെന്റിലായിട്ട് തഴുകി പോകുന്ന, അതായത് കാലം കഴിയുന്നത് അവർക്ക് തൽക്കാലം സന്തോഷമാണ്. കാരണം വേഗം അങ്ങോട്ട് പോകട്ടെ, വേഗം കഴിഞ്ഞ് അങ്ങോട്ട് തീരട്ടെ എന്ന് മാത്രമേ ഉള്ളൂ അവർക്കിപ്പോൾ. ഡു ദേ നോ ദേ ആർ ഓൾഡ്, അവർക്കറിയുമോ അവർ വളരെ ഓൾഡായിപ്പോയി, അല്ലെ അവർ പ്രായമായിപ്പോയി എന്ന ചിന്തയിലാണോ അവരിങ്ങനെ, അവരെന്താണ് ഇങ്ങനെ എന്ന ചോദ്യം തന്നെയാണ് കവിയും ഇവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ദീസ് ടു, ഇവരാരാണ് എന്ന് അവസാനം നമുക്ക് കൃത്യമായി പറഞ്ഞു തരാണ്. ദീസ് ടു ഹു ആർ മൈ ഫാദർ ആൻഡ് മൈ മദർ, ഈ രണ്ട് പേര്, ഞാൻ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്ന ഈ രണ്ട് പേര് ആരാണ്? ഒന്നെൻ്റെ അമ്മയും മറ്റേതെൻ്റെ അച്ഛനുമാണ്. ഹൂസ് ഫയർ, അവരുടെ ആ വലിയ ഫയറിൽ നിന്നാണ്. ഫ്രം വിച്ച് ഐ കെയിം, ഞാൻ ഉണ്ടായത്, അല്ലേ? അവരുടെ ആ പാഷൻ എന്ന് മുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ? ആ പാഷന് വളരെ തീഷ്ണതയുടെ, ഫയറിൻ്റെ ഒരു പവർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതായത് അവർ ഒന്നിച്ചതിൽ നിന്നാണ് ഞാൻ ഉണ്ടായത്, അവരുടെ സ്നേഹപ്രകടനങ്ങളിൽ നിന്നാണ് ഞാൻ ഉണ്ടായത്. അവരൊന്നിച്ച് ഒരു തീയായി ജീവിച്ചപ്പോഴാണ് ഞാൻ ഉണ്ടായത്, അല്ലേ? അതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും അവരുടെ സെക്ഷൽ ഇൻ്റർകോഴ്സിൽ നിന്നാണ്, അവരൊന്നിച്ചപ്പോഴാണ് ഞാൻ ഉണ്ടായത്. So these two who are my father and my mother, whose fire from which I came, ഞാൻ ആ തീയിൽ നിന്നുണ്ടായ ആളാണ്. has now grown cold, but ആ തീയിൽ നിന്നുണ്ടായ ഞാൻ ഇന്ന് തണുത്തുറഞ്ഞ് നിൽക്കുകയാണ്. has now, ഞാനിപ്പോൾ എന്താണ്? grown, വളർന്നത്. അവരെന്നെ വളർത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? cold, തണുപ്പനായിട്ടാണ്, അല്ലെങ്കിൽ തണുപ്പൻ അവസ്ഥയിലാണ്. അത് മനസ്സ് മരവിച്ച അവസ്ഥയിലല്ലേ. അതായത് അവർക്ക് പ്രായമായതാണോ പ്രശ്നം? പ്രായമായാൽ ഇങ്ങനെയൊക്കെയാണോ? അതായത് ആദ്യമുണ്ടാകുന്ന അടുപ്പമൊന്നും പിന്നീട് ഉണ്ടാവുകയില്ലേ എന്ന ചോദ്യം കൂടിയാണ് കവിതയിലൂടെ എഴുത്തുകാരി മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഇവർ അവിവാഹിതയാണ്, കല്യാണം കഴിച്ചിട്ടില്ല. അതിനൊരു പ്രധാന കാരണമായിട്ട് പറയുന്നതും ഇത്തരത്തിൽ അവൾ കണ്ട ജീവിതങ്ങളാണ്. പ്രത്യേകിച്ച് അവരുടെ പാരൻസിൽ നിന്നും അവൾക്ക് കിട്ടിയ നെഗറ്റീവ് എനർജിയാണ്. അതായത് തുടക്കത്തിൽ ഉണ്ടാവുന്ന ഒരു സ്നേഹവും ആവേശവും ഒന്നും പിന്നീട് പോകെ അത് വെറും ഒരു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ലൈഫായി മാത്രം മാറുന്നു. സ്വന്തം അല്ലേ മക്കൾ ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ പോലും അവർക്ക് വേണ്ടിയിട്ട്, മക്കൾക്ക് വേണ്ടിയിട്ട്, അല്ല ഇവിടെ ജെന്നിങ്സ് ഉണ്ട്, സോ തീർച്ചയായിട്ടും അവൾക്ക് വേണ്ടിയിട്ട് ഒരു അച്ഛനും അമ്മയും യാതൊരുവിധ മനപ്പൊരുത്തവും അടുപ്പവും ഇല്ലാതെ അവർ ലൈഫുമായി മുന്നോട്ട് പോകുന്നതായിട്ടാണ് എഴുത്തുകാരി കാണുന്നത്. അതുകൊണ്ട് കൂടിയാണ് ഒരു വിവാഹ ജീവിതത്തിലേക്ക് പോലും അവൾക്ക് താല്പര്യമില്ലാതായി പോയത്. സോ അത് തന്നെയാണ് ഈ അവസാനത്തെ ഭാഗത്തേക്ക് പറയുന്നത്. ഈ അവരുടെ തീയിൽ നിന്നുണ്ടായ ഞാൻ ഹാസ് നൗ ഗ്രോൺ കോൾഡ്, ഞാനിന്നിവിടെ തണുത്തുറഞ്ഞു നിൽക്കുകയാണ്, മരവിച്ച് നിൽക്കുകയാണ്. എൻ്റെ മാനസികമായിട്ട് ഞാൻ തകർന്നിരിക്കുകയാണ്. കാരണം ഞാൻ കണ്ടു വളരുന്നത് ഇവരെയാണ്. സോ അവരൊരു റോൾ മോഡൽ ആവേണ്ടതാണ് എനിക്ക്, പക്ഷേ അവരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് സങ്കടകരമായ ഞെട്ടിക്കുന്ന സത്യങ്ങളാണ്. സോ ഇതാണ് വൺ ഫ്ലഷ് എന്ന് പറയുന്ന ഈ കവിത. നമ്മൾ പറഞ്ഞ പോലെ ആദമിൻ്റെ വാരിയിൽ നിന്നുണ്ടാക്കിയ സ്ത്രീ, അതായത് രണ്ടും ഒരു ശരീരത്തിൻ്റെ ഭാഗമായി ദൈവം സൃഷ്ടിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരു ഫ്ലഷ്, ഒറ്റ ഫ്ലഷ്, ഒരു ഉടലിൻ്റെ ഭാഗമാകേണ്ടവർ
ഇന്നിവിടെ രണ്ട് ഉടലുകളായി, രണ്ട് ശരീരങ്ങളായി, രണ്ട് മനസ്സുകളായി വേർപിരിഞ്ഞ് നിൽക്കുന്നതിനെക്കുറിച്ചാണ് കവിതയിൽ നമ്മുടെ എഴുത്തുകാരി പറയുന്നത്. സോ ഇവിടെ കവിതയിൽ ഉദ്ദേശിക്കുന്നത് എന്താ? ഹെർ പാരൻസ് ഈസ് നോ ലോങ്ങർ വൺ ഫ്ലഷ്. യഥാർത്ഥത്തിൽ അങ്ങനെയാണ് ആവേണ്ടതെങ്കിലും ഇവളുടെ പാരൻസ് എന്തല്ല? അത്തരത്തിലൊരു ഉടലല്ല. റാദർ ദേ ആക്ട് ലൈക്ക് വൺ ഫ്ലഷ്. അവരെന്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ? ആക്ട് ലൈക്ക്. അവർ അഭിനയിക്കുക മാത്രമാണ് ചെയ്യുന്നത്. മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്ത്? വൺ ഫ്ലഷ് ആണെന്ന്. സോ അത്തരത്തിലൊരു പേരാണ് ഇവിടെ കവിതയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അതായത് തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സമൂഹം എന്ത് പറയുമെന്നുള്ളത് കൊണ്ട് മാത്രമോ ഒരു ഫ്ലഷായി ജീവിക്കുന്നു. ബട്ട് അവരെന്തല്ല? യഥാർത്ഥത്തിൽ ഒരിക്കലും വൺ ഫ്ലഷ് അല്ല എന്നാണ് പറയുന്നത്. സോ ഫിസിക്കലിയും മെൻ്റലിയും സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു ഭാര്യയും ഭർത്താവിനെയും കാണിച്ചുകൊണ്ട് ഒരു ഫ്ലഷായി ജീവിക്കേണ്ടവർ ഇവിടെ അത്തരത്തിലല്ല, ആക്ട് ചെയ്യുക മാത്രം ചെയ്യുന്ന ഒരു സംഭവത്തെക്കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് വൺ ഫ്ലഷ് എന്ന ഈ കവിതയിലൂടെ എലിസബത്ത് ജെന്നിങ്സ് ചെയ്യുന്നത്. കവിതയിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് പിന്നെയും കാണാം. അതുവരേക്കും